പറയട്ടെ, കാസർഗോഡ് ജില്ലയിലെ നിങ്ങളെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു കഥയെ വീഡിയോ അയച്ചു തന്നു. ഇനി നാളെ മുതൽ എല്ലാവരും നടപ്പാക്കാൻ നിൽക്കരുത്. വാട്സപ്പിൽ അത്യാവശ്യമില്ലാതെ മെസ്സേജ് ചെയ്യരുത്. ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. നാട്ടിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്ന് ബുദ്ധിമുട്ടിക്കരുത്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. പറഞ്ഞു വന്നത്, എന്റെ ഒരു സുഹൃത്തായ കാസർഗോഡ് ജില്ലയിലൊരു കൂട്ടുകാരൻ അത് എന്റെ വാട്സപ്പിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ വയലിന് പോകുമ്പോൾ, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായി പറയണം കേട്ടോ. ഞാൻ സാധാരണ ആവശ്യമുള്ളത് മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാറുള്ളൂ. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് ഇതിൽ ഓപ്പൺ ചെയ്യാനുള്ളത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, പുതിയാപ്പിളനെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ്. കണ്ടാൽ മുസ്ലിം അല്ലാത്തവരും വിശ്വാസമുള്ളവരും അല്ലാത്തവരും കണ്ടാൽ ലജ്ജിച്ചു പോകുന്ന വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്രയും അടപ്പലിച്ച പ്രവർത്തനം നടക്കുന്ന ഒരു വീഡിയോ എനിക്ക് നിങ്ങൾ അയച്ചു തരേണ്ടതില്ല. എനിക്കത് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരായ എന്റെ കൂട്ടുകാരോട് പറയുന്നതോടൊപ്പം ആ കൂട്ടുകാരുടെ ഉമ്മമാരോടൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അദ്ദേഹം പറയുന്നത്, നാട്ടിലൊരു പുതിയാപ്പിളിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് ബാൻഡ് മുട്ടിയിട്ടാണ്, ആളുകൾ സ്വീകരിച്ചിട്ടാണ്, ആളുകൾ ബഹുമാനിച്ചിട്ടാണ്. ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? പുതിയാപ്പിളാന്നുള്ള ബഹുമാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ആളുകൾ റോഡിൽ നിന്ന് ചാടിയിട്ടാണ്, റോഡ് ബ്ലോക്കാക്കിയിട്ടാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എവിടെ നിന്നങ്ങിരിക്കും നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് പാഠം കിട്ടിയത്? നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് ഇത്തരം പാഠങ്ങൾ ലഭിക്കുന്നത്? പാട്ട് പാടുമ്പോ ചാടണം, അല്ലെങ്കിൽ ചാടുന്ന പാട്ട് വെച്ചിട്ട് ചാടണം എന്നൊരു ചിന്ത വരുന്നത് എവിടെ വെച്ചാണെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായതെന്താ? ഉമ്മമാരെ, പ്രസവിച്ച് കിടക്കുന്ന കഥ റൂമിൽ ടി വി ഇല്ലാതെ പറ്റൂല അല്ലേ? ടി വി ഇല്ലാത്ത റൂമിൽ പ്രസവിച്ചിട്ടൊരു 40 ദിവസം കിടക്കുന്ന സമയത്ത് പോലും കിടന്നാൽ ഉറക്കം കിട്ടൂല അല്ലേ? സമയം നീങ്ങി കിട്ടൂല അല്ലേ? സമയം നഷ്ടപ്പെട്ട് കിട്ടൂല അല്ലേ? നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട മകൾ, ആ കുട്ടിയുടെ കഥ അറിയോ? കാതിലൊന്നും കേട്ടിട്ടില്ല. ഇതിനേക്കാൾ അപ്പുറം ഒന്നുകൂടി ഞാൻ പറയാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മമാർ ടി വി ഇല്ലാത്ത റൂമിൽ പ്രസവിച്ച് കിടക്കൂല. ആലോചിച്ചു നോക്ക്. ഈ ചെറിയ കുട്ടി നല്ല പ്യുവറായ മനസ്സുള്ളൊരു തിന്മയും ഒരു തിന്മയും പരിചയമില്ലാത്ത, ഒരു തിന്മയും കേട്ടിട്ടില്ലാത്ത, ഒരു തിന്മയും കണ്ടിട്ടില്ലാത്ത നല്ല സന്മനസ്സുമായി ഭൗതിക ലോകത്തേക്ക് വന്ന ഈ ചെറിയ കുട്ടി, ആ കുട്ടിയെ നിറയെ കേട്ടതെന്താണ്? ആ കുട്ടി ജനിച്ചു വീണപ്പം വലത് ചെവിയിൽ കേട്ടിട്ടുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ബാങ്കിന്റെ ധ്വനി വലത് ചെവിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്. തക്ബീറിന്റെ ധ്വനിയും അതുപോലെ തഹ്ലീലിന്റെ ധ്വനിയും നിസ്കാരത്തിലേക്കുള്ള വിളിയും വിജയത്തിലേക്കുള്ള വിളിയും ഷഹാദത്ത് കലിമയും കേട്ട് മാത്രം പരിചയമുള്ള ചെറിയ കുട്ടി അത് കേട്ടതാ പ്രസവത്തിന്റെ മുറിയിൽ നിന്ന് അതേ അവിടെ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി പിന്നെ കേൾക്കുന്ന ശബ്ദമെന്താണ്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മക്ക് വിശ്രമിക്കുമ്പോൾ കാണാനുള്ള സീരിയലിന്റെ ശബ്ദങ്ങളാണ്, സിനിമയുടെ ശബ്ദങ്ങളാണ്. ആദ്യമായിട്ട് കുട്ടിയെ കേൾപ്പിച്ചതെന്താ? തക്ബീർ. ആദ്യമായി കേൾപ്പിച്ചതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തിന്റെ വാക്കുകൾ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ മഹത്തായ ധ്വനികൾ കേൾപ്പിച്ച ചെറിയ കുട്ടി
ഈ ബുദ്ധി വരാത്ത പ്യുവറായ മനസ്സുള്ള ചെറിയ പിഞ്ചു പൈതലിന്റെ കാതിലേക്ക് പിന്നെ ഈ ഉമ്മമാരി കുത്തിവെച്ചു കൊടുക്കുന്നത് സിനിമയുടെ ശബ്ദങ്ങളാണ്, സീരിയലിന്റെ ശബ്ദങ്ങളാണ്. ഇത് കേട്ട് ചെറുപ്പത്തിലേ വളർന്നു വന്ന ചെറിയ പിഞ്ചു പൈതൽ സിനിമ കൈയൊഴിക്കുന്നില്ല, സീരിയല് കൈയൊഴിക്കുന്നില്ല. ആദ്യമായി കേൾപ്പിച്ച തക്ബീറിന്റെ ധ്വനിയുടെ കൂടെ അല്ലെങ്കിൽ തക്ബീറിന്റെ ധ്വനി കഴിഞ്ഞിട്ട് പിന്നെ ബഹുമാനത്തോടെ കേൾപ്പിച്ച പാട്ടല്ലേ, ആ പാട്ടിനെ പിന്നെ കൈയൊഴിക്കാൻ പറ്റുമോ? ആ ചെറിയ പിഞ്ചു പൈതൽ പാട്ട് കേട്ട് ഹൃദയം ശുദ്ധിയുള്ള ഹൃദയം പിറങ്ങിയ മനസ്സ് ചെറുപ്പത്തിലെ കച്ചറ കൊണ്ട് നിറച്ചു വെച്ച് വളർന്നു വന്നുപോയി. ഇപ്പൊ ചെറുപ്പക്കാരായ കുട്ടികളെ വിളിച്ചിട്ട് മോനെ റോഡിലിറങ്ങി ചാടരുത്, റോഡിലേക്ക് തുള്ളരുത്. എത്ര വലിയ സന്തോഷം വന്നാലും എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കാൻ ഒരു നിമിഷങ്ങൾ മതി എന്ന് എത്ര മുസ്ലിയാർ വയത് പറഞ്ഞിട്ടും ചില ചെറുപ്പക്കാരെ വീട്ടിൽ കിടക്കുന്നില്ല, ചിലർക്കതിൽ അത് കിടക്കുന്നില്ല, ചിലർക്കത് ദഹിക്കുന്നില്ല. അതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ? എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിലെ തക്ബീർ കേട്ട് ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീണ ഈ ചെറിയ പിഞ്ചു പൈതൽ പിന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിലെ കേൾക്കുന്നത് അശ്ലീലങ്ങളാണ്. അന്യ പെണ്ണും അന്യ പുരുഷന്മാരും അഭിനയിച്ചുണ്ടാക്കിയ പ്രണയക്കഥകളും അഭിനയിച്ചുണ്ടാക്കിയ എന്തൊക്കെയോ കഥകളും എന്തൊക്കെയോ അഭിനയങ്ങളും ചെറുപ്പത്തിലെ കേട്ടുപഠിച്ച ആ ചെറിയ കുട്ടി ആ ഉമ്മയുടെ മുന്നിൽ ആ ചെറിയ കുട്ടി കാണുകയാണ് ഒരു അന്യ പെണ്ണിന്റെ കൈയും പിടിച്ച ഒരാൾ നടക്കുന്ന വീഡിയോ നോക്കിയിട്ട് ഉമ്മ ഇങ്ങനെ ചിരിക്കുക, ഒരു മടിയുമില്ല. അന്യ പെണ്ണിന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന പിക്ചർ കാണുമ്പോ അല്ലെങ്കിൽ അന്യ പെണ്ണിനെ കയ്യിൽ കിട്ടാതെ പ്രണയിച്ച് കരഞ്ഞു തീർത്ത ഏതോ പ്രണയ കാമുകൻ, ആ കാമുകന്റെ കണ്ണുനീര് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ നാണമില്ലാതെ പാപ്പമാരും ഉമ്മാമ്മമാരും ഇരുന്നിട്ടാ പ്രണയക്കഥയിൽ നടന്ന എന്തോ ഒരു കഥയിലുള്ള പ്രയാസം നോക്കിയിട്ട് കണ്ണുനീരൊഴുക്കുന്നത് കണ്ട ഈ ചെറിയ പിഞ്ച് പൈതല് മനസ്സിലാക്കി പ്രണയിക്കുന്നവരെ പിന്നാലെ നടക്കണം. അവിടെ മതം നോക്കേണ്ടതില്ല, രാഷ്ട്രീയം നോക്കേണ്ടതില്ല, അവിടെ ഒന്നും നോക്കേണ്ടതില്ല. ഉമ്മ വന്നിട്ട് മോനെ അവളെ കൂടെ പോകണ്ട, അവന്റെ കൂടെ പോകണ്ട എന്ന് ഉമ്മ പറഞ്ഞാലും ഉമ്മ അന്ന് കരഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പ്രണയിക്കുന്നവന്റെ വേദന അറിയണം. സീരിയലിന്റെ മുമ്പിലിരുന്ന് പ്രണയക്കഥകളിൽ നടക്കുന്ന എന്തൊക്കെയോ കഥകൾ കണ്ടിട്ട് നോക്കി കരഞ്ഞ ഉമ്മ, ആ ഉമ്മ ചെറുപ്പത്തിൽ നൽകിയൊരു പാഠമുണ്ട്. ആ പാഠമാണ് ഈ കുട്ടിയുടെ മനസ്സിലായി ഇറങ്ങിയത്. ആ കുട്ടിക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി പിന്നെ കോടതി കയറിയിട്ട് പറയാണ് ഉമ്മനോട്, ഉമ്മ തൽക്കാലം എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് ബാപ്പനെയും വേണ്ട, എന്നെ സ്നേഹിച്ചവരുടെ ഈ സഹോദരിമാരെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവറെ കൂടെ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോ ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തൊക്കെ അയാൾ 2 ദിവസം കൊണ്ട് എനിക്ക് സ്നേഹം തന്നു, എനിക്കത് മതിയായി ബാപ്പാ. കോടതിയിലെത്തിയിട്ട് ബാപ്പന്റെ മുഖത്ത് നോക്കി പറയുന്നത്, മക്കള് മടിയില്ലാത്തവരായി മാറ്റി വളർത്തിയത് ഉപ്പമാരെ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വാങ്ങിവെച്ച ടെലിവിഷനോ, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത ടെലിവിഷനാണ്, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ മക്കൾക്ക് കാണാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത അത്തരം സംവിധാനങ്ങളാണ്, കയ്യിൽ കൊടുത്ത് നിങ്ങൾ മടക്കാക്കിയ പണമാണ്.